എൻ്റെ ഫോണിലേക്ക് വന്നു ഇതുപോലെ ഈ 8 മൈൽ ഭാഗത്ത് വീടിന് സമീപത്തായിട്ട് ഒരു പെരുമ്പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കാൻ അറിയിച്ചു. കാരണം ഇത് ശരിയാണോ ഇല്ലെന്ന് അറിയണമല്ലോ. എങ്കിലും പോലീസ് എത്തലും കൊണ്ട് നമ്മൾ ആ സ്ഥലത്തെത്തി. ഇങ്ങനെ ഒരു റബ്ബർ തോട്ടം കഴിഞ്ഞ് മുകളിൽ കയറി പോകുന്ന ഒരു ആളടിച്ചു. അതിവിടെ തെളിച്ചോണ്ടിരുന്ന സമയത്ത് ആണ് ഇതിനെ കാണപ്പെട്ടത്. ആൾക്കാർ കാണപ്പെട്ട് ഇത് കൂടുതൽ അനക്കം വന്നപ്പം അത് അനങ്ങാൻ തുടങ്ങി. അത് ആൾക്കാരുടെ ഇടയിലൂടെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനാണ്. കാരണം പിന്നെ പോയാൽ പിന്നെ അതിനെ കണ്ടുപിടിക്കാനും പാടാണ്. കാരണം കുറച്ചധികം ദൂരമുണ്ട്. വീട് തൊട്ടടുത്തുമുണ്ട്. അവിടെ കുട്ടികളൊക്കെ ഉള്ള വീടുകളും ഒക്കെയാണ്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി വരുമെന്ന് തോന്നുമ്പോഴത്തേക്കിനാണ് അതിനെ ഞാനൊന്ന് പിടിക്കാൻ നമ്മൾ ശ്രമിച്ചത്. പിടിക്കാൻ ശ്രമിച്ചു. അത് കറക്റ്റായിട്ട് പിടി കിട്ടിയെങ്കിൽ ഒരു അല്പം ഇതായിട്ട് മാറിയത് കൊണ്ട് അത് കഴുത്ത് ചരിച്ച് എൻ്റെ കയ്യിലൊന്ന് കടിച്ചപ്പോൾ ഞാൻ മാറ്റിയ കൈ കൊണ്ട് തന്നെ കയ്യിലൊന്ന് ചാക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് എടുത്ത് മാറ്റി കയറ്റി കൈ പിടിച്ചതുപോലെ കറക്റ്റ് ഒന്നുകൂടെ തലയിൽ പിടിച്ച് പിന്നെ അത് ഇതായി. പിന്നീട് നമ്മൾ അതിൽ നിന്ന് നല്ല നീളം 14 അടിയോളം നീളം ഉണ്ടായിരുന്നു. അതിനെ വലിച്ച് എടുത്തു. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. എങ്കിലും വേറെ ഒരു മോഹനൻ എന്ന് പറഞ്ഞ ചേട്ടൻ വന്ന് ഞാൻ പറഞ്ഞ വാല് വലിച്ചു വെക്കാൻ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് കയ്യിലെ കടിയിട്ടപ്പോൾ നീരായപ്പോഴത്തേക്കിന് നമുക്കൊരു ഇതുണ്ടായിരുന്നു തനിയെ വലിക്കാനായിട്ട് വിളിച്ച് കയറ്റി ചാക്കിലേക്ക് തന്നെ കയറ്റി കെട്ടുകയായിരുന്നു. നീരുണ്ടായിരുന്നു. നീര് വെച്ച് ഇതുണ്ടായിരുന്നു. നല്ല ഒരു സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടുന്ന് പെട്ടെന്ന് വെള്ളമൊക്കെ കൊടുത്ത് കഴുകി ആളുകൾ കൊണ്ടുവന്ന് തണുത്ത വെള്ളം ഐസ് വാട്ടറൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത് സെൻറ് തോമസ് ഹോസ്പിറ്റലുണ്ട് മണിമലയിൽ. അവിടെ ചെന്ന് അവരതിൻ്റെ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തിട്ട് നേരെ റാന്നി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. എക്സ്റേക്ക് എടുത്ത് എല്ലിനൊന്നും പൊട്ടലൊന്നുമില്ല. വേറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരികെ പോകുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ പെട്രോളിയം ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഡ്രൈവർ മജേഷ് ഉണ്ടായിരുന്നു.